അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് UK-യിൽ ആമസോണിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ കൊല്ലവും മെയ് മാസമാണ് ഈ ബെനിഫിറ്റ്സ് ഓപ്പൺ ആകുന്നത്. ഈ കൊല്ലം മെയ് 29 തീയതിയാണ് നമ്മൾ ഈ ബെനിഫിറ്റ്സ് എഡിറ്റ് ചെയ്യാനുള്ള ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അത്. പിന്നീടുള്ള മെയ് 31 മുതലാണ് അത് എഫക്റ്റീവായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ഡിസംബർ 31 മുതൽ നമുക്ക് ആമസോൺ പ്രൈം ബെനിഫിറ്റ്സ് UK-യിലുള്ള എല്ലാ എംപ്ലോയീസിനും ഉണ്ട്, ആമസോൺ എംപ്ലോയീസിനും ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബെനിഫിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്പിൽ, അതായത് A to Z എന്ന ആപ്പിൽ നമ്മൾ കൂടിയാണ് നമ്മൾ ഈ ബെനിഫിറ്റ്സ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള എക്സാമ്പിളായിട്ടുള്ള ഡെൻ്റൽ ഇൻഷുറൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഡെൻ്റൽ ഇൻഷുറൻസ്. ബൂപ്പ എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മളിതിൽ ലോഗിൻ അടിക്കണം. നമ്മുടെ ആമസോണിൻ്റെ ബാഡ്ജിലുള്ള ഒരു കുറച്ച് ഡിജിറ്റ്സ് ഉണ്ട്. ഡിജിറ്റ്സ് അല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ പേരിൻ്റെ ഇനീഷ്യൽസും അതൊക്കെ വെച്ചിട്ടുള്ളൊരു ഇതാണ്. അത് ആമസോണിൽ വർക്ക് ചെയ്യണവർക്ക് അറിയാം. അത് വൺസ് നമ്മൾ ആമസോണിൻ്റെ ബാഡ്ജ് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഡെൻ്റൽ ഇൻഷുറൻസിൻ്റെ കേസുകളാണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. അതിലെല്ലാ ബെനിഫിറ്റ്സും ഇതിൽ കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് സെലക്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് വ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിൽ നോക്കണ ഡെൻ്റൽ ഇൻഷുറൻസ് ഉണ്ട്, 14 പോയിൻറ്റ് സംതിങ് വരണുള്ളൂ നമുക്കും നമ്മുടെ പാർട്ട്ണർക്കും, അതായത് നമ്മുടെ വൈഫിനും. നമുക്കറിയാം എത്രത്തോളം എക്സ്പെൻസീവാണ് ഡെൻ്റൽ എന്നുള്ളത്. പിന്നെ ആക്സിഡൻ്റൽ, അതുപോലെ പേഴ്സണൽ ഇഞ്ചുറി, ട്രാവൽ ഇൻഷുറൻസ്, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇതിലുണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ചിലതിലൊന്നും നമ്മൾ പൈസ അടയ്ക്കാത്തതുണ്ട്, ഫ്രീ ആയിട്ടുള്ളത്. അതൊരു ഇതൊക്കെ ഓട്ടോമാറ്റിക് ഓണായിരിക്കും. അല്ലാത്തത് നമ്മൾ പൈസ ഇടേണ്ടത് മാത്രം നമ്മൾ അതിൻ്റെ ഗാഡ്ജറ്റുകൾ കവർ ചെയ്യുന്നതാണ് ഈ ഗാഡ്ജറ്റ് ഇൻഷുറൻസ് ചെയ്യുന്ന കുറേ ഗാഡ്ജറ്റ് ഇൻഷുറൻസ് ഉണ്ട്. സീറോ ഇതാണ്. പിന്നെ ഉള്ള ഒരു പരിപാടിയാണ് നമുക്ക് ആമസോണിൻ്റെ സ്റ്റോക്കുകൾ ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതായത് നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരില്ല. ആമസോണിന്റെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാം. നോക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും കൂട്ടാൻ കൊടുത്ത് എന്തിലൊക്കെ നമുക്ക് പേ ചെയ്യണം ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ കാണാൻ പറ്റും എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്കിത് കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ എനിക്കിപ്പോൾ പിന്നെ ഇതിൽ ആമസോൺ ഷെയർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30 പൗണ്ട് പെർ വീക്ക് ആക്കി. ഇപ്പം ഞാൻ 20 കൊണ്ടാണ് ആഴ്ചയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് നമ്മുടെ ഇവിടെ വരും. വീക്കിലിയാണ് പേയ്മെൻറ്റ് വരുന്നത്. കാരണം നമ്മുടെ പേ വരുന്നത് വീക്കിലി പേ ആണ് ആയതുകൊണ്ട് നമ്മുടെ വീക്കിലിയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പോകുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. മാറ്റി കൊടുത്തു നോക്കാം. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇതിൽ തന്നെ കൊടുത്താൽ നമുക്ക് സെലക്ട് ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനൊക്കെ പറ്റും. എനിക്കിത്
കമ്പാരിറ്റീവ്ലി പുറത്തുള്ള കമ്പനികളെക്കാളും ബിസിനസ് ഇൻഷുറൻസ് ഉണ്ട്, വളരെയധികം ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആമസോണിന്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് GP ഹെൽത്ത് ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഒരുവിധം ഉള്ളതാണ്. നമുക്കൊരു ബേസിക് വേണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ കവേർഡ് ആണ്. പിന്നെ കമ്മ്യൂട്ടർ സീസൺ ടിക്കറ്റ് ഉണ്ട്, അത് ആവശ്യമുള്ളവർക്ക് അതെടുക്കാം. UK-ലുള്ള വർക്ക് ചെയ്യുന്നവരും അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം 31-ാം തീയതി മുതൽ ആക്ടിവേറ്റ് ആവും. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി DM ചെയ്താൽ മതി. ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ആമസോണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ എന്നാലാവുന്ന രീതിയിൽ പറ്റുന്നത് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഞാൻ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് യൂട്യൂബിലിടാം. എന്നിട്ട് ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.